നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കേരളത്തിലെ കത്തോലിക്ക സഭ വീണ്ടും വിവാദക്കുരുക്കിൽ. കത്തോലിക്ക സഭയുടെ കുത്തഴിഞ്ഞ പോക്കിനെപ്പറ്റി സിസ്റ്റർ മേരി ചാണ്ടി എഴുതിയ നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന പുസ്തകത്തെ ആധാരമാക്കി ഔട്ട്ലുക്ക് വാരിക നൽകിയ കവർ സ്റ്റോറിയാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത്. ടു ദ കാസ്റ്റ് ഫസ്റ്റ് സ്റ്റോൺ എന്ന പേരിൽ മിനു ഇട്ടി ഐപ്പാണ് കവർ സ്റ്റോറി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ സഭ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിലെ കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീകളുടെയും പുരോഹിതന്മാരുടെയും കുത്തഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചാണ് ഔട്ട്ലുക്ക് വാരിക പറയുന്നത്. പുരോഹിതന്മാരുടെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തെക്കുറിച്ചും മദ്യപാനാസക്തിയെക്കുറിച്ചും കന്യാസ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുമുള്ള സമഗ്രമായ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. കന്യാസ്ത്രീ മഠങ്ങളിൽ നടമാടുന്ന നിരവധി ഗർഭചിത്രങ്ങളും ലൈംഗിക പീഡനങ്ങളും സിസ്റ്റർ മേരി ചാണ്ടിയുടെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. സിസ്റ്റർ മേരി ചാണ്ടിയെയും പുസ്തകത്തെയും ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ സഭയ്ക്കുള്ളിൽ നടക്കുന്നുവെന്ന് ആരോപിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. 40 വർഷത്തെ കന്യാസ്ത്രീ ജീവിതത്തിനിടയിൽ താൻ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ എന്ന പേരിലാണ് മേരി ചാണ്ടിയുടെ കുറിപ്പുകൾ. ഒരു കന്യാസ്ത്രീ താൻ പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തലകീഴായി ടോയ്ലറ്റിലെ ക്ലോസറ്റിലേക്ക് തള്ളിക്കയറ്റുന്നു. കുഞ്ഞിന്റെ തല ക്ലോസറ്റിനുള്ളിലെ മലിനജലത്തിൽ, ബാത്റൂം നിറയെ രക്തം. കുഞ്ഞിന്റെ കാലു മാത്രം പുറത്തേക്ക് തള്ളി നിന്ന് പിടയ്ക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും പ്രസവിച്ച കുഞ്ഞിനെ ഒളിപ്പിക്കാൻ പറ്റാത്ത പരാക്രമത്തിലായിരുന്നു ആ സിസ്റ്റർ. സുൽത്താൻ ബത്തേരിയിലെ ഒരു കന്യാസ്ത്രീ മഠത്തിലെ കാഴ്ചയെക്കുറിച്ചാണ് മേരി ചാണ്ടി ഇങ്ങനെ എഴുതിയത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടും മറ്റു കന്യാസ്ത്രീകൾ അനങ്ങാതെയിരുന്നു. മഠത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ അവരുടെ വായ പിന്നെ തുറക്കേണ്ടി വരില്ല. 40 വർഷത്തിലധികം മഠത്തിൽ ചെലവഴിച്ച മേരി ചാണ്ടിക്ക് മഠത്തിൽ നടക്കുന്ന അരുതായ്മകൾക്കെതിരെ കണ്ണടയ്ക്കാനാകുമായിരുന്നില്ല. കന്യാസ്ത്രീകൾ യഥാർത്ഥത്തിൽ കർത്താവിന്റെ മണവാട്ടിമാരാണ്. എന്നാൽ ചിലയിടങ്ങളിൽ അച്ഛന്മാരുടെ മണവാട്ടിമാരാകാൻ നിർബന്ധിതരാകുന്നതായി മേരി ചാണ്ടി ആരോപിക്കുന്നു. കന്യാസ്ത്രീ പുരോഹിത മഠങ്ങളിൽ നീലച്ചിത്രങ്ങളുടെ സീഡുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന് മേരി ചാണ്ടി ആരോപിക്കുന്നു. ലൈംഗിക പീഡനങ്ങളാലും മറ്റു കാരണങ്ങളാലും സഭകൾ വിട്ടുപോകുന്ന കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും തിരിച്ച് വീട്ടിൽ കയറ്റാതിരിക്കാൻ നടത്തുന്ന കടുത്ത സമ്മർദ്ദങ്ങളുമുണ്ട്. തെറ്റിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ സഭയിലെ ചിലരുടെ അപ്രീതിക്ക് പാത്രമാകേണ്ടി വന്നിട്ടുണ്ട്. മഠം വിട്ട ശേഷം പുൽപ്പള്ളി ഏരിയ പള്ളിയിൽ ശാന്തി സദനിലെ നിർധന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ അമ്മയായി ജീവിതം നയിക്കുകയാണ് ഈ 72കാരി. അനാഥമന്ദിരം നടത്തുന്നതിലും സഭയിലെ ചിലർക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്ന് ഇവർ പറയുന്നു. പൊതുസമൂഹത്തിന്റെ ലാഭക്കൊതിക്കൊപ്പം ക്രൈസ്തവ സ്ഥാപനങ്ങൾ നീങ്ങാൻ പാടില്ല. കണ്ണുമടച്ച് പുരോഹിതരെ വിശ്വസിക്കുന്ന രീതിയാണ് എല്ലാവർക്കും. അതുകൊണ്ട് സഭയിൽ സമ്പത്തിനും ലൈംഗിക അരാജകത്വത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വിഭാഗം വളർന്നു വരുന്നുണ്ട്. സഭയ്ക്ക് കോടികളുടെ ഫണ്ട് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം അച്ഛന്മാരും കന്യാസ്ത്രീകളും ദൂർത്തടിച്ച് കൊഴുക്കുകയാണ്. അർഹതപ്പെട്ടവരെ സഹായിക്കാനാകണം ഈ പണം ചെലവഴിക്കേണ്ടതെന്നും മേരി ചാണ്ടി പറയുന്നു. അഭയയുടെ കൊലപാതകം നമുക്കെല്ലാം അറിയാവുന്നതാണ്. തിരുവനന്തപുരത്ത് ഒരു കോൺവെന്റിലെ വാട്ടർ ടാങ്കിൽ കന്യാസ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നിലും ദുരൂഹതയുണ്ട്. സഭയിലെ ചിലരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാത്തവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാകുമെന്നും മേരി ചാണ്ടി പുസ്തകത്തിൽ പരാമർശിക്കുന്നു. മനസ്സിനും ശരീരത്തിനും കടിഞ്ഞാനിടാൻ കഴിയാത്തവർ സഭയിൽ നിന്ന് മാറി നിന്ന ശേഷം വിവാഹം കഴിക്കുകയാണ് നല്ലത്. വൈദികർക്കെതിരെയും കന്യാസ്ത്രീ മഠങ്ങൾക്കെതിരെയും വിമർശനങ്ങളുമായി പുസ്തകമിറക്കാൻ പോകുന്നുവെന്നറിഞ്ഞതു മുതൽ തന്നെ നേതൃത്വം വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിസ്റ്ററിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ സഭയെ പ്രതിരോധത്തിലാക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. മഠത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും എതിർപ്പ് പ്രകടിപ്പിച്ചതിന്റെ ഫലമായി തന്നെ വകവരുത്താൻ സഭയിലെ ചിലർ തീരുമാനിച്ച വിവരം അറിഞ്ഞതോടെ കോഴിക്കോടുള്ള ഒരു മഠത്തിൽ നിന്ന് ആൺവേഷം ധരിച്ചാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് താനിപ്പോഴും ജീവനോടെ കഴിയുന്നതെന്നും അവർ പറയുന്നു. ഇപ്പോൾ പിടിയിലായ റോബിനച്ചനെ നേരിട്ടൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മുഖത്ത് നോക്കി 2 കാര്യം പറയാനുണ്ടായിരുന്നുവെന്നും മേരി ചാണ്ടി പറയുന്നു. നാരദ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മേരി ചാണ്ടി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഈ വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.